സംവരണ ആനുകൂല്യങ്ങൾക്കായി സംസ്ഥാനത്ത് വലിയ രീതിയിൽ ജാതി മാറ്റ തട്ടിപ്പ് നടക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ആണ് പുറത്തുവിട്ടത്. വളരെ കൃത്യമായിട്ടുള്ള പഠനത്തിന് ശേഷം ന്യൂസ് 18 പുറത്തുവിട്ട ഒരു റിപ്പോർട്ടായിരുന്നു. ഞങ്ങളുടെ പ്രതിനിധി പ്രദീപ് സി നെടുമനാണ് ആ റിപ്പോർട്ട് പുറത്തുവിട്ടത്. എന്തായാലും വ്യാപക ചർച്ചയാണ് അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. നിയമത്തിലെ പഴുതുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ജാതി മാറാനുള്ള വലിയ നീക്കങ്ങൾ സംസ്ഥാനത്ത് നടന്നു വന്നിരുന്നത്. അത് സംവരണ ആനുകൂല്യം തട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉള്ളതായിരുന്നു. തെളിവുകൾ സഹിതമാണ് ന്യൂസ് 18 ഈ വാർത്തകൾ പുറത്തുവിട്ടത്. അത് വലിയ ചർച്ചയാകുന്നു. അതിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാവുകയാണ്. നമ്മൾ ഇന്നലെ ഈ വാർത്ത പുറത്തുവിടുമ്പോൾ തന്നെ പറഞ്ഞു, ഇത് വളരെ അർഹതപ്പെട്ട ചിലരുടെ അവസരങ്ങളാണ് ഇങ്ങനെയുള്ള തട്ടിപ്പിലൂടെ നഷ്ടമാകുന്നത്. അത് സംവരണത്തിൽ ഉള്ള ഏറ്റവും അർഹരായവരുടെ അവസരങ്ങൾ നിഷേധിക്കുന്ന നടപടിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന ഒരു കാര്യമാണ് ന്യൂസ് 18 ഇന്നലെ റിപ്പോർട്ട് നൽകിയപ്പോൾ പങ്കുവച്ചത്. എന്തായാലും ആ രീതിയിൽ തന്നെ ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. രൂപത അധികൃതരുടെ ഒത്താശയോടെ വർഷങ്ങളായി നൂറുകണക്കിന് പേരാണ് ഇതുപോലെ ജാതി മാറിയിട്ടുള്ളത്. സർക്കാർ ജോലിയും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും ഒക്കെ ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നേടിയെടുത്തവർ നിരവധിയാണ്. നാടാർ, ഈഴവ, SIUC, RC തുടങ്ങിയ വിഭാഗങ്ങളിലുള്ളവരൊക്കെ ലത്തീൻ വിഭാഗത്തിലേക്ക് മാറിയിട്ടുള്ളതായി ന്യൂസ് 18 അന്വേഷണത്തിൽ വ്യക്തമായി. ഈ കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടും തെളിവുകൾ സഹിതവുമാണ് നമ്മൾ റിപ്പോർട്ട് നൽകിയത്. എന്തായാലും സംവരണ ആനുകൂല്യം കുറവുള്ള ജാതിയിലുള്ളവരാണ് ഈ ലത്തീൻ സമുദായ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കുന്നവരിലേറെയും. ക്രീമി ലെയർ ബാധകമല്ല എന്നുള്ളതും ഇത്തരത്തിലുള്ള ജാതി മാറ്റത്തിനൊരു പ്രധാന കാരണമായിരുന്നു. മറ്റ് ജാതിയിലുള്ളവർ സംവരണം തട്ടിയെടുക്കുമ്പോൾ ദുരിതത്തിലാകുന്നത് അതേസമയം ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള പല പ്രതികരണങ്ങൾ വരുമ്പോൾ ഇതിൽ ഒന്നും ഇടപെട്ടിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ലത്തീൻ സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അവർ ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്ന വിവരം അറിഞ്ഞിട്ടില്ല, അതിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് അവർ സൂചിപ്പിക്കുന്നത്. അതേസമയം സംവരണ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനായി നടക്കുന്ന ജാതിമാറ്റ തട്ടിപ്പിൽ സർക്കാർ അന്വേഷണം നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. സർക്കാർ ജോലിയും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും ഒക്കെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നേടിയെടുത്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെടുന്നത് VSDPയുടെ പ്രതിനിധി വിഷ്ണുപുരം ചന്ദ്രശേഖരനാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. ഇതൊക്കെ അന്വേഷണം വരും, ഇന്നല്ലെങ്കിൽ നാളെ. അന്ന് ഇങ്ങനെ ജോലി വാങ്ങിച്ചവരുടെ ജോലികൾ പോകും. ഒരു ചെറിയ സർവേ നടത്തട്ടെ. ഇതേ തന്നെ പരസ്യമായിട്ട് അച്ഛന്മാർ പറയുന്നില്ല, ഒരച്ഛനെ പറഞ്ഞുള്ളൂ. അവരിടയിൽ ഒരു സർവേ നടത്തട്ടെ, ഇത് ക്രൂരകൃത്യമാണ്, തെറ്റ് എന്ന്. രൂപതാ നേതൃത്വങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചില താല്പര്യങ്ങളുണ്ട്. പക്ഷേ സമുദായത്തിനുള്ളിൽ ഉള്ളവർക്ക് തന്നെ അത്തരം നീക്കങ്ങളോട് എതിർപ്പുണ്ട്. ആ വിയോജിപ്പ് കൂടി ഞങ്ങളുടെ ന്യൂസ് 18 ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ വെളിവാവുകയാണ്. കേരള നിയമസഭ ഒരു ചോദ്യം ചോദിക്കുകയായിരുന്നു. അത് പ്രത്യേകിച്ച് ക്രിത്താട്സ് വഴിയാണ് അവർ ചോദിച്ചത്. അതിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ആരാണ് ലത്തീൻ കത്തോലിക്കർ? അപ്പോൾ ലത്തീൻ കത്തോലിക്കർ എന്ന ചോദ്യം അവർ കൊടുത്ത മറുപടി വളരെ കൃത്യമാണ്. 1947 മുമ്പ് പരമ്പരാഗത മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന വിഭാഗത്തിൽ നിന്നും മതപരിവർത്തനം നടത്തിയവരും അവരുടെ പിൻതലമുറക്കാരുമാണ് ലത്തീൻ കത്തോലിക്കറായി അറിയപ്പെടുന്നത്. ഇതിൽ വളരെ കൃത്യമായി സ്പഷ്ടമായി പറഞ്ഞിട്ടുള്ളതാണ്. പള്ളി വികാരിയായ ഫാദർ ലാബ്രിൻ യേശുദാസിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ രൂപതയ്ക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എതിരഭിപ്രായങ്ങൾ ഉണ്ട്. ഇത്തരം നീക്കങ്ങൾ നടക്കുന്നതിനെതിരെ സഭാവിശ്വാസികൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാനായി നിയമപരമായാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നതെന്നാണ് രൂപതയുമായി ബന്ധപ്പെട്ടവർ പക്ഷേ ഇക്കാര്യത്തിൽ പറയുന്നത്. നിലവിലെ സാഹചര്യങ്ങൾ പ്രകാരം ലാറ്റിൻ കാത്തലിക്കായിട്ടുള്ളത് എല്ലാ ആളുകളും പല വിഭാഗങ്ങളിൽ വന്നവരുണ്ട്. ആ വന്നവരിൽപ്പെട്ട ആളുകളെ ഏകോപിപ്പിച്ച് ലാറ്റിൻ കാത്തലിക് എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നാണ് ജിയോയിലുള്ളത്. ആ ജിയോ ആരും ഇതുവരെ ചലഞ്ച് ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോഴല്ലേ ഇത്തരം ചർച്ച വന്നത്. ഇപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ സഭ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് നൽകുന്നു എന്ന ആരോപണങ്ങളൊക്കെ ലത്തീൻ രൂപത വികാരി ജനറൽ ഫാദർ യുജിൻ പെരേര പാടെ തന്നെ നിഷേധിക്കുകയാണ്. സഭയല്ല സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്, റവന്യൂ ഉദ്യോഗസ്ഥരെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. സർട്ടിഫിക്കറ്റിൽ കൃത്യത ഉറപ്പാക്കേണ്ടതും നടപടിയെടുക്കേണ്ടതും റവന്യൂ ഉദ്യോഗസ്ഥരാണ് എന്ന് അദ്ദേഹം പറയുന്നു. വർഷങ്ങൾക്ക് മുൻപ് പരാതി ഉയർന്നെങ്കിലും ഇപ്പോൾ ഒരു തരത്തിലും അങ്ങനെയുള്ള പരാതികൾ ഉയരുന്നില്ല എന്നൊരു സാഹചര്യം കൂടിയാണ് ഈ റിപ്പോർട്ട് കണ്ടതിനു ശേഷവും അതിനെക്കുറിച്ച് കേട്ടതിനു ശേഷവും യുജിൻ പെരേര പറയുന്നത്. ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് റവന്യൂ ഉദ്യോഗസ്ഥര് ബിഷപ്പുമാർ സഭയിൽ നിന്ന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് അതിന്റെ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ.
അല്ലാതെ സഭയല്ല സർട്ടിഫിക്കറ്റ്. റവന്യൂ ഉദ്യോഗസ്ഥരാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ആ റവന്യൂ ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് വസ്തുതയാണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം റവന്യൂ ഉദ്യോഗസ്ഥർക്കാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു വളരെ സ്ട്രേ ആയിട്ടുള്ള ചില ഇൻസിഡൻസ് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു കേസും അതുപോലെ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല. എന്തായാലും നിയമത്തിലെ പഴുതുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നത്. ഇത്തരം തട്ടിപ്പുകൾ നടക്കുമ്പോൾ ഏറ്റവും അർഹതപ്പെട്ടവർക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന ഈ സംവരണ ആനുകൂല്യമാണ് നിഷേധിക്കപ്പെടുന്നത്. അത് വലിയ നീതി നിഷേധമാണ്. അപ്പോൾ ആരാണോ ഈ തട്ടിപ്പിന് പിന്നിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അവർക്ക് അർഹിക്കുന്ന ശിക്ഷ ഉറപ്പാക്കണം. മാത്രവുമല്ല, ഇത് നേരത്തെ മുൻ വർഷങ്ങളിൽ പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇത്തരം തട്ടിപ്പുകൾ. അപ്പോൾ ചില നടപടികൾ എടുക്കും, അതിനുശേഷവും പിന്നീട് ഇത് തുടരുന്നതാണ് കണ്ടുവരുന്നത്. അത് പാടില്ല. കൃത്യമായ നടപടികൾ ഉണ്ടാകണം. തെറ്റുകൾ ആവർത്തിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം.